നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. അഴിക്കുന്തോറും മുറുകുന്ന ഊരാ കുടുക്കായി നമ്മുടെ ശബരിമല സ്വർണ്ണ മോഷണ കേസ് മാറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് വ്യക്തമായി അറിയില്ലെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നു. കെ കരുണാകരന് പോലും സന്ദർശന അനുമതി നൽകാത്ത സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയുമൊക്കെ നേരിൽ കണ്ട് സംസാരിച്ചതിന് തെളിവുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ കുറ്റവാളിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. എന്നിട്ടും വരട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഒരു അട്ടർ കൺഫ്യൂഷൻ. ഏതിനും കോവിഡ് കാലത്ത് ശബരിമലയിൽ നിന്നും ആക്രിസാധനങ്ങളായി വിറ്റതിൻ്റെ കൂട്ടത്തിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ചങ്ങനാശ്ശേരിക്കാരനായ ആക്രി കച്ചവടക്കാരൻ ഈ വിഗ്രഹങ്ങളിൽ ഒന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പിൻ്റെ കയ്യിൽ, നമ്മുടെ പെരുന്ന പോപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തുവെന്നാണ് അറിവ്. അദ്ദേഹം അത് തന്ത്രിയെ വരുത്തി പൂജിക്കുകയും ചെയ്തു. കാലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പുറം ലോകം അറിയുന്നത്. അന്ന് മുതൽ നമ്മുടെ സാക്ഷാൽ പോപ്പിന് ഉറക്കമില്ലത്രേ. ഇതിനിടെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ പിണറായി വിജയനോടൊപ്പം ഞാൻ മുമ്പേ എന്ന മട്ടിൽ പെരുന്ന പോപ്പ് രംഗത്ത് വന്നിരുന്നു. ഒപ്പം സ്ഥിരശത്രുവായ വെള്ളാപ്പള്ളിയെയും കൂട്ടി അയ്യപ്പ മഹാമഹം ആഘോഷപരമായി തീർത്തു. പോപ്പ് പുകമറയ്ക്കുള്ളിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. ഇക്കാര്യമെല്ലാം ആഭ്യന്തരമന്ത്രിയും എല്ലാ കുറ്റകൃത്യങ്ങളുടെ ക്യാപ്റ്റനുമായിട്ടുള്ള ശ്രീ പിണറായി വിജയന് ഭംഗിയായി അറിയാമെന്നാണ് NSS തന്നെയുള്ള ചില നേതാക്കൾക്കെങ്കിലും അറിയാമെന്നുള്ള കാര്യം വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഫൈനൽ തിരഞ്ഞെടുപ്പ് വരുവാൻ പോകുന്നതേ ഉള്ളൂ. ഈ അവസരത്തിൽ കൈവിട്ടൊരു കളിക്ക് പിണറായി പോകില്ലെന്ന് പെരുന്നയിലെ പോപ്പിനറിയാം. പക്ഷേ CBI വന്നാൽ ലേശം പുളിക്കും. സംസ്ഥാന സർക്കാരിനേക്കാൾ രാഷ്ട്രീയം കടിപ്പിക്കുന്ന കേസാണ് ഈ CBI. വേണ്ടാത്തവനെ വേട്ടയാടി കൊല്ലും, വേണ്ടപ്പെട്ടവരെ സംരക്ഷിച്ച് പിന്നിൽ ഒളിപ്പിക്കും. അതാണ് CBI. ഹൈക്കോടതി അനുമതി നൽകിയാൽ ശബരിമല സ്വർണ്ണമോഷണ കേസ് ഏറ്റെടുക്കാമെന്ന് CBI ഇപ്പോഴിതാ പറഞ്ഞും കഴിഞ്ഞു. കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലാണ് ഈ നിലപാട് അറിയിച്ചിട്ടുള്ളത്. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിലാണ് CBIയുടെ നിലപാട്. അത് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5-ൽ കിടന്ന് അത് പിന്നെ 35-ആയി അത് പിന്നെ 50-ആയി വളർന്ന വളർച്ചയിൽ പെരുന്ന പോപ്പിൻ്റെ വക പങ്ക് ഉറപ്പാക്കിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് മാറ്റിയിടണം. അതേപോലെ സ്വർണ്ണ മോഷണ കേസിലെ പ്രതിയായ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധനൻ്റെ 2 ജാമ്യാപേക്ഷകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുവാൻ ഹൈക്കോടതി SITയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം തുടരാതിരിക്കാൻ SITയുടെ മേൽ സർക്കാരിൻ്റെ കനത്ത സമ്മർദ്ദമുണ്ട്. കൂടുതൽ പ്രതികളിലേക്ക് കേസെത്താതിരിക്കുവാൻ SITയുടെ മേൽ സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ട്. ഈ കൂടുതൽ പ്രതികളാരാണ്? CPMലെ ഒരു ഉന്നതൻ, പിന്നെ നമ്മുടെ സമുദായ നേതാവ്. രണ്ടുപേരെ രക്ഷിക്കാൻ അന്വേഷണം ഇഴഞ്ഞ് നീക്കിക്കാൻ എല്ലാവിധ അടവുകളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ ഒരു കേസിൽ 60 പ്രാവശ്യം വിചാരണ മാറ്റിവെച്ച നമ്മുടെ പോപ്പിനെയും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് 48 തവണ മാറ്റിവെച്ച പിണറായി വിജയനെയും CBI എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെറും കച്ചുകളിയാണ്. ഇതിനിടെയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ആൻറ്റിക് മാഫിയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത്. അതെന്തുമാത്രം ശരിയാണ് ശ്രീ രമേശ്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലുള്ള SIT അന്വേഷണം തൃപ്തികരമല്ലെന്നും അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുവാൻ കോടതി മേൽനോട്ടത്തിലുള്ള CBIയെ ചുമതലപ്പെടുത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിരന്തരം ആവശ്യപ്പെടുകയാണ്. പോപ്പൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാണോ എന്നറിയില്ല. ശബരിമലയെയും വിശ്വാസികളെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് സ്വർണ്ണക്കൊള്ള. ഈ കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന SIT അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ കാര്യക്ഷമം അല്ല. സ്വർണത്തിൻ്റെ ഉറവിടം, ഇത് പുറത്തേക്ക് കടത്തിയത് എങ്ങനെ, ആർക്കാണ് വിറ്റത്, ഇടനിലക്കാരൻ ആര് എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ഉത്തരം കണ്ടെത്തുവാൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കേസിന് പിന്നിൽ
ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാതിരിക്കുന്നതും. ഇതിൽ പങ്കെടുത്ത എത്ര ഉന്നതന്മാരാണെങ്കിലും പിടികൂടുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസം എപ്പോഴത്തെയും പോലെ തകർന്ന് തരിപ്പണമാകുമോ എന്ന് ഇനി കണ്ടു തന്നെ അറിയണം.